മാന്നാർ സ്വദേശി കലയെ കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി ഭർത്താവ് അനിൽ 4 പ്രതികളാണ് കേസിലുള്ളത്. കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിന്റെ പേരിലാണ് കൊല നടത്തിയത്. മൃതദേഹം മറവ് ചെയ്ത് തെളിവുകൾ പ്രതികൾ നശിപ്പിച്ചുവെന്നും എഫ്ഐആർ പറയുന്നു. കലയെ കൊലപ്പെടുത്തിയതായി അനിൽകുമാർ പറഞ്ഞതായി മുഖ്യസാക്ഷി സുരേഷ് മൊഴി നൽകി. അനിൽകുമാറിന്റെ ബന്ധുവാണ് കേസിലെ പരാതിക്കാരൻ കൂടിയായ സുരേഷ്. കൂടുതൽ വിവരങ്ങളുമായി ഷൈജു ആലപ്പുഴയിൽ നിന്ന്. ഷൈജു, എന്തൊക്കെയാണ് പോലീസ് ഇപ്പോൾ പുതുതായി കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ? ഈ മൊഴികളിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? നിഷാദ്, ഇതിൽ ഈ 4 പേരാണ് ഇവരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഈ 4 പേരിൽ ഒരാളെ പരാതിക്കാരനാക്കി മാറ്റി സുരേഷ് കുമാറിനെ. ആ സുരേഷ് കുമാറിനെ സാക്ഷിമൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ മാപ്പുസാക്ഷി സ്വഭാവത്തിലേക്ക് മാറ്റി ഈ കേസ് മറ്റൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുക എന്നതാണ് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട രീതി. അതിൽ ഒന്നാം പ്രതി അനിൽകുമാറാണ്. അതായത് കലയുടെ ഭർത്താവ് അനിൽകുമാർ വിദേശത്താണ് ഉള്ളത്. അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ഇപ്പോഴും പോലീസ് തുടരുകയാണ്. വീട്ടുകാരിൽ നിന്നുമുള്ള സമ്മർദ്ദം കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ എംബസി കേന്ദ്രീകരിച്ചുള്ള നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. അത് വളരെ വേഗത്തിൽ നടപ്പിലാക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. മറ്റ് 2ാം പ്രതി ജിനുവാണ്, 3ാം പ്രതി സോമൻ, 4ാം പ്രതി പ്രമോദ്. ഈ 2ാം പ്രതി ജിനു ഈ കാറിൽ, അതായത് വലിയവരുമ്പുഴ പാലത്തിന് മുകളിൽ ഇവരെ വിളിക്കുമ്പോൾ ജിനു നേരിൽ കണ്ടിരുന്നു എന്ന മൊഴിയാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ സുരേഷ് കുമാറിനെ ഈ അനിൽകുമാർ വിളിച്ചിട്ട് സഹായിക്കണം, തനിക്ക് അബദ്ധം സംഭവിച്ചു പോയി, മരണം ആണ് സംഭവിച്ചിരിക്കുന്നത്, കൊലപാതകമാണ്, അതുകൊണ്ട് തന്നെ ഇത് മറവ് ചെയ്യാൻ സഹായിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കൊലപാതകത്തിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയെന്നാണ് അദ്ദേഹത്തിന്റെ മൊഴി. ഈ മൊഴി ഏറെക്കുറെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു നീക്കമാണ് പോലീസ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരേഷ് കുമാറിനെ പരാതിക്കാരനാക്കി മാറ്റി സാക്ഷിമൊഴി രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. അല്പസമയത്തിനകം, ഞാനിപ്പോൾ നിൽക്കുന്നത് മാന്നാർ പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഉള്ളത്. ഈ സ്റ്റേഷനകത്ത് ഈ 3 പ്രതികളും ഇപ്പോൾ ഉണ്ട്. അവരെ അല്പസമയത്തിനകം പുറത്തേക്ക് എത്തിക്കും, വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. എവിടെയാണ് വൈദ്യപരിശോധന നടത്തുക എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത ഇല്ല. ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം 11 മണിയോടുകൂടി ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കാനാണ് ശ്രമം. കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുമോ എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം കസ്റ്റഡി അപേക്ഷ ഇവരെ കസ്റ്റഡിയിൽ കിട്ടി വിശദമായി ചോദ്യം ചെയ്യണമെങ്കിൽ അനിൽകുമാറിന്റെ സാന്നിധ്യം കൂടി വേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുമോ എന്ന കാര്യത്തിൽ കൃത്യമായി വ്യക്തതയില്ല. ഏതായാലും അല്പസമയത്തിനകം ഇന്നലെ രാത്രി അറസ്റ്റ് രേഖപ്പെടുത്തിയ ഇവരെ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടിക്രമങ്ങളിലേക്കാണ് ഇപ്പോൾ പോലീസ് നീങ്ങുന്നത്. നിഷാദ്.